ആത്മീയ മേഖലയ്ക്കപ്പുറം ജനങ്ങളെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിലും നിരന്തരം ഇടപെട്ടിരുന്ന സന്യാസി വര്യനായിരുന്നു സ്വാമി പ്രണവാനന്ദ തീർത്ഥപാദർ. കയ്യിൽ വരുന്ന പണം അത്രയും പുസ്തകങ്ങൾ വാങ്ങാനായിരുന്നു സ്വാമി ചെലവഴിച്ചത്. കുട്ടികൾക്ക് അങ്ങോട്ട് പണം നൽകി ഭഗവത്ഗീതയും സംസ്കൃതവും പഠിപ്പിച്ച അപൂർവ സന്യാസി വര്യനായിരുന്നു അദ്ദേഹം. 1932 ഡിസംബർ 18 കുന്നത്തൂർ ഐവർകാല കിഴക്ക് ഗോവിന്ദൻ നായരുടെയും പാർവതിയമ്മയുടെയും മകനായിട്ടായിരുന്നു കേശവൻ നായരുടെ ജനനം. പഠിക്കാൻ മിടുക്കനായിരുന്ന അദ്ദേഹം സാഹിത്യവിശാരദ്, ഹിന്ദി രാഷ്ട്രഭാഷ, സംസ്കൃത ശാസ്ത്രി തുടങ്ങിയ പഠനങ്ങൾക്ക് ശേഷമാണ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച ശേഷം ആത്മീയ പ്രവർത്തകനായി. കൊട്ടാരക്കര അവധൂതാശ്രമത്തിലും പന്മന ആശ്രമത്തിലെയും നിത്യ സന്ദർശകനായി. ആശ്രമത്തിലെത്തുന്നവരെ സംസ്കൃതവും വേദാന്തവുമൊക്കെ പഠിപ്പിച്ചു. 2000 മാർച്ച് 4 ശിവരാത്രി നാളിൽ വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികളിൽ നിന്നും സന്യാസദീക്ഷ സ്വീകരിച്ചു. 2002 പന്മന ആശ്രമ മഠാധിപതിയായി. മാതാ അമൃതാനന്ദമയി മഠത്തിലും പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. കുന്നത്തൂർ നിവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഞാങ്കടവ് പാലത്തിനായി സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയ സ്വാമിയുടെ ഇടപെടൽ ഫലം കണ്ടു. ഒരാളിൽ നിന്നും പണമായി ദക്ഷിണ വാങ്ങാത്ത സ്വാമി കുട്ടികൾക്ക് അങ്ങോട്ട് പണം നൽകി ഗീതയും സംസ്കൃതവും പഠിപ്പിച്ചു. അധ്യാപകനായിരിക്കെ കിട്ടുന്ന ശമ്പളമത്രയും പുസ്തകങ്ങൾ വാങ്ങാനായിരുന്നു ചെലവഴിച്ചത്. സ്വാമി പ്രണവാനന്ദ തീർത്ഥപാദരുടെ വിയോഗത്തോടെ ജനകീയനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ കൂടിയാണ് ഓർമ്മയാകുന്നത്. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.